കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ ഇലക്ട്സ് മോഡി ആസ് ഇറ്റ്സ് ലീഡർ, ടോക്സ് വിത്ത് അലൈസ് ടു ബിഗിൻ സൂൺ. അപ്പം ഒരു കാര്യം കൺഫേംഡ് ആയി കഴിഞ്ഞു, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തുടർച്ചയായി 3-ാം തവണയും നരേന്ദ്രമോദി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒറ്റ വ്യത്യാസം മാത്രം, അദ്ദേഹത്തിന് ഇതുവരെയും ഫെമിലിയർ അല്ലാത്തൊരു ടെറിട്ടറി കൂടിയാണ് അദ്ദേഹത്തിന് പോകേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, 23 വർഷമായിട്ട് ഇന്ത്യയിൽ അദ്ദേഹം ഒരു ടോപ്പ് പൊസിഷനിൽ കുറെ 2 സ്ഥലങ്ങളായിട്ടിരിക്കുക. 13 വർഷം ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള അൺഇന്ററപ്റ്റഡ് റെയിനിന് ശേഷം അദ്ദേഹം നെക്സ്റ്റ് ഡേ തൊട്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പൊസിഷനിലേക്ക് കയറി. പിന്നെ 10 വർഷം, അങ്ങനെ 23 ഇയേഴ്സ്, ഒരു മനുഷ്യായുസിന്റെ ഏതാണ്ട് 1/3 അദ്ദേഹം ഇന്ത്യയിലെ ടോപ്പ് പൊസിഷൻസിൽ ഇരുന്നു. പക്ഷെ അതിലുണ്ടായിരുന്ന ഒരു പ്രത്യേകത, ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ അലൈസുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും അബ്സല്യൂട്ട് മെജോറിറ്റി BJP എന്നുള്ള പാർട്ടിക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, 240 സീറ്റ്സ് മാത്രമേ BJPക്ക് ഉള്ളൂ. 31 സീറ്റ് ഷോർട്ടേജ് ആണ് അവർക്ക് മെജോറിറ്റിക്ക്. അപ്പം ജനതാദൾ യുണൈറ്റഡ്, അതുപോലെ നിതീഷ് കുമാർ, ബീഹാർ ഭരിക്കുന്ന ചീഫ് മിനിസ്റ്ററായ നിതീഷ് കുമാറിന്റെ പാർട്ടിയാണ് ജനതാദൾ യുണൈറ്റഡ്. അതുപോലെ ചന്ദ്രബാബു നായിഡു, ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആകാൻ പോകുന്ന വ്യക്തി, ജൂൺ 9 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. അദ്ദേഹത്തിന്റെയും ചുമലില് ഇരുന്ന് മാത്രമേ അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റൂ നരേന്ദ്രമോദിക്ക്. അത് അദ്ദേഹത്തിന് ഫെമിലിയർ അല്ല. അദ്ദേഹത്തിന് അലൈസിന്റെ കൂടെ അവരുടെ ആശയങ്ങളും കൂടെ, അവരുടെ തോട്ട് പ്രോസസ്സും ഒക്കെ ഇവരുടെയും കൂടെ ഡിസിഷൻ മേക്കിങ്ങിന്റെ അകത്തേക്ക് കൊണ്ടുവരേണ്ടി വരും. അത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എത്രത്തോളം സ്റ്റെബിലിറ്റി പോലും ഗവൺമെന്റിന് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇവരൊക്കെ പിന്തുണ എങ്ങനെയൊക്കെ പിൻവലിച്ചാൽ അപ്പുറത്തെ സൈഡിൽ നിന്ന്, ഇന്ത്യ ബ്ലോക്കിന്റെ സൈഡിൽ നിന്ന് ആൾക്കാരെ ചാടിച്ചാൽ മാത്രമേ ഒരു ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും ഒരു കാര്യം കൺഫേംഡ് 100%, ഇന്ത്യ ഈസ് ഗോയിങ് ടു ഗെറ്റ് നരേന്ദ്രമോദി ആസ് ദ പ്രൈം മിനിസ്റ്റർ അഗെയിൻ. ആൻഡ് ഞാൻ പറഞ്ഞു, അത് ജവഹർലാൽ നെഹ്റുവിന് മാത്രമേ അത് പറ്റിയിട്ടുള്ളൂ. കൺസിക്യൂട്ടീവ് 3rd ടേം എന്ന് പറയുന്നത് അതൊക്കെ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇപ്പോൾ അവർക്ക് മെജോറിറ്റി കിട്ടിയില്ലെങ്കിൽ പോലും പോളിസി പാരാലിസിസ് ഒന്നും ഉണ്ടാവത്തില്ല, പോളിസി കണ്ടിന്യൂറ്റി ഉണ്ടാവും. എക്കണോമിക് ഫ്രണ്ടിലൊക്കെ, അതായത് ക്യാപെക്സ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ക്യാപെക്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത്രയും കാലമായിട്ട് വളരെ എൻഹാൻസ്ഡ് ലെവലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാപെക്സ് മീൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീൻസ് സ്പെൻഡിങ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടേഴ്സ്, റോഡ്, റെയിൽവേ, ട്രാൻസ്പോർട്ട്, അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഭയങ്കരമായിട്ട് ഷിപ്പിംഗ്, അതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് കൂട്ടാൻ അത് സഹായകമാവുന്നതോടൊപ്പം തന്നെ എംപ്ലോയ്മെന്റ് ഭയങ്കര മാസീവായിട്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. കാര്യം നമ്മളെ ഏറ്റവും താഴെ തട്ടിൽ ആൾക്കാർക്ക് ലേബർ ഇൻസെന്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് ആണ് ഈ മിക്കവാറുള്ള ഇൻഫ്രാസ്ട്രക്ചർ സെക്ടേഴ്സ് എല്ലാം. അപ്പം ആ ക്യാപെക്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്യും, ഉറപ്പാണ്. പക്ഷേ ഗവൺമെന്റിന്റെ ഭയങ്കര എന്താ പറയുന്ന വലിയ ചില റിഫോംസ് ഇതിൽ നടത്താൻ ആഗ്രഹിച്ചത്, ലാൻഡ്, ലേബർ പോലുള്ള നിയമങ്ങളിലൊക്കെ വലിയ വ്യത്യാസം കൊണ്ടുവരാൻ നോക്കിയത് അല്ല ഈ ഗവൺമെന്റ് മോഡി 3. പക്ഷെ അതെങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും. അത്തരം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഇതൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് ലാൻഡ് അക്വിസിഷൻ, ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലുണ്ടല്ലോ. ഈ ട്രേഡ് യൂണിയൻസിന്റെ ഒക്കെ കാര്യങ്ങൾ, ഈ ലേബർ റിലേറ്റഡ് ആയിട്ട് റൂൾസ് കൊണ്ടുമ്പോൾ ട്രേഡ് യൂണിയൻസ് കുറച്ച് എന്താ പറയുക സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. അപ്പൊ അതിലൊന്നും അലൈസ് ഇവർക്കൊപ്പം നിന്നില്ലെങ്കിൽ അതിലൊന്നും വലിയ മേജർ റിഫോംസ് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ഇതിൽ ഉണ്ടാവുകയാണ്. എന്തായാലും 18th ലോക്സഭ നിലവിൽ വരാൻ പോകുന്നു. 18th ലോക്സഭ, ഓക്കെ. പ്രൈം മിനിസ്റ്റർ ആയിട്ട് നരേന്ദ്രമോദി തന്നെ തിരികെ എത്തും. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലംസ് ഒരു വിഷയം ഉണ്ടാവാം. ഇന്ത്യ ഡിസൈഡ്സ് ടു കീപ് ഡോർസ് ഓപ്പൺ ഫോർ നായിഡു, നിതീഷ്. പക്ഷെ നായിഡുവിനും നിതീഷിനും അവരുടെ ഡോർ ഓപ്പൺ ചെയ്യാൻ ഇന്ത്യ ഡിസൈഡ് ചെയ്തു. പക്ഷെ ഇന്ത്യ എന്ന് കരുതി എനിക്ക് തോന്നുന്നില്ല നായിഡുവും നിതീഷും ഒന്നും ഇപ്പൊ അവരുടെ പോകുന്നു. ഭാവിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. നൗ ദെയർ ഓപ്ഷൻ ഇസ് ടു സിറ്റ് ഇൻ ദ ഒപ്പോസിഷൻ. അതായിരിക്കും അവരുടെ ഒരു റെസ്പെക്ടബിലിറ്റിക്ക് നല്ലത്. ബിക്കോസ് ദ മാൻഡേറ്റ് ഈസ് ക്ലിയർലി ഇൻ ഫേവർ ഓഫ് NDA എന്ന് പറഞ്ഞ ഒരു പ്രീ ഇലക്ഷൻ അലയൻസിനാണ്. അപ്പൊ അതിനെ സപ്പോർട്ടേജ് ചെയ്തുകൊണ്ട് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോയി വെറുതെ വിലകളയുന്നേക്കാൾ നല്ലത് അവർക്ക് ഒപ്പോസിഷനിൽ കുറെ കാലം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇവരുടെ പോപ്പുലാരിറ്റി ചിലപ്പോൾ വീണ്ടും കുറയുക. അടുത്ത ഇലക്ഷനിൽ അവർക്ക് ഒരു ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാനും പറ്റും. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അത് തന്നെയാണ് ഇന്നലെ ഹിന്ദുവിൽ എഡിറ്റോറിയലിലും പറഞ്ഞിരുന്ന കാര്യം. പിന്നെ ഗസിംഗ് ഗെയിം ബിഗിൻസ് ഓവർ, ന്യൂ BJP CM ഇൻ ഒഡീഷ എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ട്. അതായത് ഇപ്പം ഇലക്ഷൻ നടന്ന 4 സ്റ്റേറ്റുകളിൽ ഒരു സ്റ്റേറ്റിൽ മാത്രമേ ചീഫ് മിനിസ്റ്ററിന്റെ കാര്യത്തിൽ അൺസർട്ടനിറ്റി ഉള്ളൂ. സിക്കിം ക്രാന്തികാരി മോർച്ചയുടെ തമാങ് അധികാരത്തിൽ വരാൻ പോയെന്ന് വെച്ചാൽ അദ്ദേഹം ഓവർടേക്കിംഗ് ചെയ്യാൻ പോയാണ്, പ്രേം സിംഗ് തമാങ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പൊ അവിടെ യാതൊരു ഡൗട്ടും ഇല്ല. അരുണാചൽ പ്രദേശിലെ BJPയുടെ സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററായ പേമ ഖണ്ഡു ഈസ് ഗോയിങ് ടു കം ബാക്ക് ഫോർ ദ കൺസിക്യൂട്ടീവ് 3rd ടൈം ആണെന്ന് തോന്നുന്നു. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ദാറ്റ്. അപ്പൊ അവിടെയും ഒരു ഡൗട്ടും ഇല്ല. ആന്ധ്രാപ്രദേശിലെ TDP എന്ന് പറയുന്ന പാർട്ടിയുടെ ഫേസ് തന്നെ ചന്ദ്രബാബു നായിഡു ആണ്. അപ്പോൾ ദർ ഈസ് നോ ഡൗട്ട് ഹീസ് ഗോയിങ് ടു ബിക്കം ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ് അഗെയിൻ. എത്ര തവണ അദ്ദേഹം ആയെന്ന് അറിയാം, എനിക്ക് തോന്നുന്നു 3 to 4 times. ഹീസ് എ ഗ്രേറ്റ് അഡ്മിനിസ്ട്രേറ്റർ. ഐ എം എ ബിഗ് അഡ്മിറർ ഓഫ് Chandrababu Naidu. He is the man behind the
the tectonic shift of development aspects of Andhra Pradesh. എസ്പെഷ്യലി ഹൈദരാബാദ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ ഭാഗമല്ല. അൺഡിവൈഡഡ് ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററായിട്ട് ചന്ദ്രബാബു നായിഡു ഇരിക്കുന്ന സമയത്താണ് ഹൈദരാബാദിന് IT ക്യാപിറ്റലായിട്ട് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് IT ഹബ്സ് ഇൻ ഇന്ത്യ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വളർത്തിയത്. ഭയങ്കര വിഷനുള്ളൊരു ചീഫ് മിനിസ്റ്ററാണ്. എന്തുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹം തോറ്റിട്ട് ജഗൻമോഹൻ റെഡ്ഡി വന്നതെന്ന് എനിക്കറിയുള്ളൂ. ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണം അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. കുറച്ച് പാവപ്പെട്ട ആൾക്കാരെ കുറെ വെൽഫെയർ ഒക്കെ കൊടുത്തെന്നല്ലാതെ നത്തിങ് ഹാപ്പൻ. ഇനിയിപ്പം അവരുടെ ക്യാപിറ്റലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റലായിട്ട് അമരാവതി, വിജയവാഡ ഏരിയയിലുള്ള അമരാവതി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നതാണ് ചന്ദ്രബാബു നായിഡു സിംഗപ്പൂരിന്റെയൊക്കെ സപ്പോർട്ടോടുകൂടി. പക്ഷേ അതിനുശേഷം വന്ന ജഗൻമോഹൻ റെഡ്ഡി അത് മൊത്തം ആ പ്രോസസ്സ് ഡീറെയിൽ ചെയ്തു. എന്നിട്ട് ഒപ്പം പിന്നീട് വിശാഖപട്ടണം, അതുപോലെ പിന്നീട് അമരാവതി, പിന്നെ ഒരു സ്ഥലം കൂടെ ഉണ്ടായിരുന്നല്ലോ കുർണൂൽ. ഈ 3 സ്ഥലങ്ങളും 3 ക്യാപിറ്റൽ, കുർണൂൽ KURNOOL, കുർണൂല്, വിശാഖപട്ടണം, അമരാവതി, ഈ 3 കൂടെ ചേർത്ത് ഒരു 3 ക്യാപിറ്റൽ സിസ്റ്റം കൊണ്ടുവരാൻ നോക്കി. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ചന്ദ്രബാബു നായിഡു മിക്കവാറും അമരാവതി തന്നെ ആയിരിക്കും ക്യാപിറ്റലായിട്ട് പ്രിഫർ ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ വിശ്വാസം. കാര്യം അത് അദ്ദേഹത്തിന്റെ ഒരു പെറ്റ് പ്രോജക്റ്റും കൂടെ ആയിരുന്നു. അപ്പൊ ഹീസ് എ ഗ്രേറ്റ് അഡ്മിനിസ്ട്രേറ്റർ, നോ ഡൗട്ട് ഇൻ ദാറ്റ്. ഓക്കെ, അപ്പോൾ the 4th state which went to election, legislative assembly election, was Odisha. Odisha was having an uninterrupted rule of Naveen Patnaik for consecutive 5 terms. Almost 25 years he ruled Odisha. He was also a very good chief minister. പക്ഷെ അദ്ദേഹം ആക്ച്വലി ഇപ്പോൾ തോറ്റുപോയത് എന്തുകൊണ്ടാണ് അകത്തെ പേജുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല, നിങ്ങൾക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്നും വേണ്ടത്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അദ്ദേഹം ആണ് സെക്കൻഡ് ലോങ്സ്റ്റ് സെർവിങ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആഫ്റ്റർ പവൻ കുമാർ ചാംലിംഗ് എന്ന് പറയുന്ന ഒരാളാണ് ഇന്ത്യയുടെ ഏറ്റവും ലോങ്സ്റ്റ് സെർവിങ് ചീഫ് മിനിസ്റ്റർ, പവൻ കുമാർ ചാംലിംഗ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പവൻ കുമാർ ചാംലിംഗ്. ഹി വാസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് സിക്കിം ഫോർ 25 years. പവൻ കുമാർ ചാംലിംഗ്. സെക്കൻഡ് ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു നവീൻ പട്നായിക് ഒഡീഷയുടെ. അപ്പം എന്തായാലും ഒഡീഷയിൽ ഇപ്പൊ BJP ഭരണം പിടിച്ചെടുത്തു. അപ്പൊ BJP ഭരണം പിടിച്ചെടുക്കുന്ന ഫോർ ദ ഫസ്റ്റ് ടൈം ആണ്. കോൺഗ്രസ് ഒരുപാട് കാലം ഒഡീഷ റൂൾ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഒരു 3ാം സ്ഥാനത്തേ ഉള്ളൂ. അപ്പം BJP അവിടെ ഭരണം പിടിച്ചെടുത്തേക്കാണ്. മോസ്റ്റ് പ്രോബബ്ലി ധർമ്മേന്ദ്ര പ്രധാൻ വിൽ ബി ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഒഡീഷ. ധർമ്മേന്ദ്ര പ്രധാൻ നമുക്കറിയാം ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ്. കഴിഞ്ഞ 10 years ആയിട്ട് മോഡി ക്യാബിനറ്റിൽ അദ്ദേഹം ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു. Most probably he will become the chief minister of Odisha. Sometimes some surprises will also emerge. അത് പറയാൻ പറ്റൂല. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇനി ഇന്ത്യയിൽ ഇലക്ഷൻ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ 1 nation 1 election ഒന്നും നടപ്പാക്കാൻ പറ്റത്തില്ല. 1 nation 1 election നടപ്പാക്കിയത് നല്ലതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദിസ് ടൈം ഓഫ് NDA because BJP is not having absolute majority. So it is not going to happen. 1 nation 1 election. അതുകൊണ്ട് തന്നെ ഇനിയും ഇലക്ഷൻസ് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ജാർഖണ്ഡ്, അതുപോലെ മഹാരാഷ്ട്ര, അതുപോലെ ഡൽഹി, ഈ 3 സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. എനിക്കൊന്ന് ഈ വർഷം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു മഹാരാഷ്ട്രയിലും അതുപോലെ ജാർഖണ്ഡിലൊക്കെ ഇലക്ഷൻ. നെക്സ്റ്റ് ഇയറിൽ ഡൽഹിയിലും ഇലക്ഷൻ ആണ്, നെക്സ്റ്റ് ഇയർ ബിഗിനിങ്ങിൽ. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി കുറച്ച് പ്രശ്നത്തിലാണ്. അത് ഈ ലോക്സഭ ഇലക്ഷനിൽ തന്നെ അത് വ്യക്തമാണ്. ഓക്കെ, അപ്പോ അതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. പിന്നീട് അടുത്ത പേജിൽ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇവിടെ സുഖു ഗവൺമെന്റ് ബിൽ ടണൽ അണ്ടർ ജാക്കു ഹിൽ ഇൻ ഷിംല എന്ന് പറഞ്ഞ ന്യൂസ് കാണാം. സുഖു ഗവൺമെന്റ് എവിടെയാണെന്ന് അറിയാമല്ലോ. കോൺഗ്രസ് ഭരിക്കുന്ന ഒരേ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ഹിമാചൽ പ്രദേശ്. ബട്ട് കോൺഗ്രസ് വിൽ റീഗെയിൻ ദ റൂൾ ഓഫ് അനദർ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഇമ്മീഡിയറ്റ്ലി. അതെന്നാണ് ഇപ്പോഴത്തെ ലോക്സഭ ഇലക്ഷൻ ഒരു ഔട്ട്കം കണ്ടിട്ട് തോന്നുന്നത്. ദാറ്റ് ഈസ് ഹരിയാന. ഹരിയാനയിൽ വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് കോൺഗ്രസ് കാഴ്ചവെച്ചത്. അപ്പോൾ ഹരിയാനയിലും ഈ വർഷം ഇലക്ഷൻ ഉണ്ട്. ഹരിയാനയിലെ കാര്യം പറയാൻ പറ്റുമോ? ഈ വർഷമാണ് ഹരിയാനയിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ബിഗിനിങ്ങിൽ. അപ്പൊ ഹരിയാന എന്ന് പറഞ്ഞ ഹിന്ദി ഹാർട്ട്ലാൻഡ്, ഹിന്ദി ഹൃദയഭൂമിയിലെ ഒരു സ്റ്റേറ്റ് ആണ്. അവിടെ കോൺഗ്രസ് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കറന്റ്ലി കോൺഗ്രസ് ഈസ് ഹാവിംഗ് ഗവൺമെന്റ് ഓൺലി ഇൻ ഹിമാചൽ പ്രദേശ്. അപ്പൊ ഹിമാചൽ പ്രദേശിന്റെ അല്ല, പിന്നെ സൗത്ത് ഇന്ത്യയിൽ 2 സ്റ്റേറ്റിലുണ്ട്, തെലങ്കാനയിലും കർണാടകത്തിലും. അപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് സുഖ്വീന്ദർ സിംഗ് സുഖു, അല്ലെ? സുഖ്വീന്ദർ സിംഗ് സുഖു, സുഖ്വീന്ദർ സിംഗ് സുഖു. പിന്നെ
വേറെ ഇവിടെ എന്ത് പറയാൻ, വേറെ ഇവിടെ ഒന്നും പറയാനില്ല. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. ഫൈനൽ ഡിസിഷൻ ഓൺ ഫെറോഷ്യസ് ഡോഗ്സ് ബാൻ നോട്ട് ടിൽ ജൂൺ 14 ഹൈക്കോർട്ട്. എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മളുടെ ഇതിലല്ല മറ്റേ യൂട്യൂബ് ചാനൽ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഏതാണ്ട് 1.5 മാസം മുമ്പ് ഞാൻ ഇട്ടൊരു വീഡിയോ ആയിരുന്നു. ഇന്ത്യയിൽ 23 ബ്രീഡ് ഓഫ് ഡോഗ്സിന് 23 ഡോഗ്സ് ബ്രീഡിനെ ബാൻ ചെയ്തു. അതിന് ഇപ്പൊ ആ ഡോഗ്സ് ആരെങ്കിലും കയ്യിൽ നിങ്ങളെ വീടുകളിൽ വളർത്തുന്നുണ്ടെങ്കിൽ ആ ഡോഗിനെ സ്റ്റെറിലൈസ് ചെയ്യണം. അതിന് കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല. ഇമ്പോർട്ട് ചെയ്താണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ഫോറിൻ ബ്രീഡാണ്, അതിന് ഇമ്പോർട്ട് ചെയ്യാനും പാടില്ല എന്നായി നിയമം. അത് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഒരുപാട് ഉണ്ടാകുന്നത് കൊണ്ട് ഉള്ള ഒരു പ്രശ്നമായിരുന്നു. കുറച്ച് മനുഷ്യന് അപകടകരമായിട്ടുള്ള ഡോഗുകളാണ്. അങ്ങനെയാണ് അത് ബാൻ ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ അതിന് ചെന്നൈ ഹൈക്കോർട്ടും കർണാടക ഹൈക്കോർട്ടും സ്റ്റേ ചെയ്തു. അതായത് മദ്രാസ് ഹൈക്കോർട്ട്, ചെന്നൈ ഹൈക്കോർട്ടല്ല മദ്രാസ് ഹൈക്കോർട്ട് എന്ന് വരെ പറയുന്നു, അതിന്റെ പേരെങ്ങനെയാണ്. അതുപോലെ കർണാടക ഹൈക്കോർട്ട് സ്റ്റേ ചെയ്തേക്കാണ്. അപ്പൊ ഫൈനൽ ഡിസിഷൻ അവരെടുത്തിട്ടില്ല, ജസ്റ്റ് സ്റ്റേ ഉള്ളൂ. അതൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതിനടുത്ത പേജിൽ പോകുമ്പോ നാരോ ലോസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അപ്പൊ അത് നമുക്ക് എഡിറ്റോറിയൽസ് എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന ശീലം ഉള്ളതുകൊണ്ട് എഡിറ്റോറിയൽ യഥാർത്ഥത്തിൽ ഇതൊരു പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. സിമ്പിൾ ആണ്. രാഷ്ട്രീയം അറിയാവുന്നവർക്ക്, അല്ലാത്തവർക്ക് കുറച്ച് കാര്യങ്ങൾ ഇത് മനസ്സിലാക്കാറുണ്ട്. വേറെ ഒന്നുമില്ല. 24 years കണ്ടിന്യൂസ് ആയിട്ട് ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇരുന്നിട്ട് നവീൻ പട്നായിക് അദ്ദേഹത്തിന്റെ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടിയായ BJD അവിടെ പരാജയപ്പെടുന്നു. BJP ഒരിക്കൽ പോലും അവിടെ അധികാരത്തിൽ വന്നിട്ടുള്ള BJP അവിടെ അധികാരത്തിലേക്ക് വരുന്നു. ചെറിയ വോട്ട് ഡിഫറൻസ് മാത്രമേ, ആക്ച്വലി നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് നവീൻ പട്നായിക്കിന്റെ BJD നിയമസഭാ ഇലക്ഷനിൽ കാഴ്ചവെച്ചത്. വോട്ട് പെർസെന്റേജ് ഒക്കെ BJPയുടെയും BJDയുടെയും ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ ലോക്സഭാ ഇലക്ഷനിൽ അവർ കംപ്ലീറ്റ്ലി ഡെസിമേറ്റഡ് ആയിപ്പോയി. അവിടെ എനിക്കൊന്ന് ഒരു സീറ്റ് എങ്ങാണ്ടേ BJDക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഒരു സീറ്റ് കോൺഗ്രസ് വിൻ ചെയ്തു. ബാക്കി 19 സീറ്റ്സ് ഓഫ് ഒഡീഷ വാസ് വൺ ബൈ BJP. അതൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഇലക്ഷനിൽ ആ ഒരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് BJDക്ക് തന്നെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ലോക്സഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് BJPക്ക് വോട്ട് ചെയ്യും. ബിക്കോസ് BJP ആയിരുന്നല്ലോ പിന്നീട് ഡൽഹി ഭരിക്കുന്നത്. കേരളത്തിലും അങ്ങനെയല്ലേ. കേരളത്തിൽ LDFന് വോട്ട് ചെയ്യുന്ന മെജോറിറ്റി ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള ആൾക്കാർ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നത് എപ്പോഴും ലോക്സഭാ ഇലക്ഷൻ. കാര്യം അവിടെ LDFന് വോട്ട് എടുത്തിട്ട് കാര്യമല്ലെന്ന് അറിയാതുകൊണ്ട്. അതേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോ എന്തായാലും ഒഡീഷ അസംബ്ലിയിൽ 147 സീറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പൊ എത്ര സീറ്റ് വേണം അവിടെ ഭരിക്കാൻ? 74 സീറ്റ്സ് ആണ് വേണ്ടത്. BJP 78 സീറ്റ്സ് വിൻ ചെയ്തു. അവരുടെ വോട്ട് പെർസെന്റേജിന്റെ കാര്യം കൂടെ കൊടുത്തിട്ട് അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ BJDയെക്കാൾ കൂടുതൽ പ്രിഫറൻസ് BJPയോടാണ് അവിടുത്തെ ആൾക്കാർക്ക്. പക്ഷെ ഇപ്പൊ നിയമസഭാ ഇലക്ഷനിൽ അവർ പ്രിഫറൻസ് അവർ കാണിച്ചു. BJPക്ക് മിക്കവാറും അവിടുത്തെ ജിയോഗ്രാഫിക്കൽ റീജിയൻസിൽ എല്ലായിടത്തും അവിടുത്തെ ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടി. മുമ്പ് അവർക്ക് അർബൻ മേഖലയിൽ നിന്ന് മാത്രം, അതായത് പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് BJPയുടെ വോട്ട് കിട്ടുന്നത്. ഇപ്രാവശ്യം BJPക്ക് വോട്ട് കിട്ടുന്നത്, ഇപ്രാവശ്യം അവർക്ക് റൂറൽ ഏരിയാസിൽ നിന്നും വോട്ട് കിട്ടി. അതുപോലെ മെയിൻലി നവീൻ പട്നായിക്കിന്റെ ഡിമിനിഷിംഗ് അപ്പീൽ. മുമ്പ് നവീൻ പട്നായിക്കിന് ഭയങ്കര ഒരു അപ്പീൽ ഉണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ. അദ്ദേഹത്തിന് ഹെൽത്ത് ഒക്കെ ഭയങ്കര മോശമാവുന്നു എന്നൊരു ഒരു റൂമർ പരന്നു. എന്നിട്ട് പകരം അദ്ദേഹം VK പാണ്ഡ്യൻ എന്ന് പറഞ്ഞ തമിഴ്നാടുകാരനായ IAS ഓഫീസറുടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു. ഞാൻ പറയാൻ വന്നിരുന്ന കാര്യം ഇതാണ്. ഈ നവീൻ പട്നായിക് കല്യാണം കഴിച്ചിട്ടില്ല, അദ്ദേഹത്തിന് മക്കളില്ല. അപ്പൊ ഈ ഫാമിലി ബേസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതായിരുന്നാലും, റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതായിരുന്നാലും, അവരുടെ പാർട്ടികളുടെ മാൻഡിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സണ്ണോ ഡോട്ടറോ ഒന്നും അതിന്റെ ബിഗ്ഗസ്റ്റ് ലീഡറിന് ഇല്ലെങ്കിൽ പലപ്പോഴും ആ പാർട്ടി പിന്നീട് സർവൈവ് ചെയ്യത്തില്ല. അതിന് ഒരു എക്സാമ്പിൾ, ഈ BJDക്ക് വലിയ സർവേ വരുന്നതിന് ഭാവിയിൽ ഉണ്ടാവാൻ പോണില്ല. അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസിന് ഒരു ഓപ്പണിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം BJPയുടെ മെയിൻ ഒപ്പോസിഷൻ പാർട്ടിയുടെ അവർ ഉയർന്നു വരാൻ സാഹചര്യമുണ്ട്. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. BJDക്ക് നല്ലൊരു സക്സഷൻ ലീഡറിന് നവീൻ പട്നായിക് ഉയർത്തിക്കൊണ്ടുവന്നാലും അദ്ദേഹത്തിന് മക്കൾ തന്നെ വേണമെന്നില്ലല്ലോ. ജയലളിതയ്ക്ക് തമിഴ്നാട്ടിൽ സംഭവിച്ചത് അതാണ്. അവരൊരു സെക്കൻഡ് റാങ്ക് ലീഡറിന് അവർ ഒരിക്കലും വളരാൻ സംഭവിച്ചില്ല. അവർക്ക് മക്കളും ഇല്ല. അപ്പോൾ ADMK തീർന്നു. ഇനി തമിഴ്നാട്ടിൽ വലിയ പാടാണ് ADMKക്ക് ഉയർന്നു വരാനെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏത് സ്റ്റേറ്റിൽ ഏത് പാർട്ടി എടുത്താലും DMKക്ക് സ്റ്റാലിൻ, കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ ഉണ്ടായിരുന്നത് കൊണ്ട് DMK കുഴപ്പമില്ലാതെ പോകുന്നു. സ്റ്റാലിൻ പകരം ഇനി
ഉദയനിധി സ്റ്റാലിനെ വളർത്തിക്കൊണ്ടത് അയാൾ നല്ല കഴിവുള്ള ആളെന്നോ അല്ലെങ്കിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുണ്ട്. അതുപോലെയല്ല ഈ കേഡർ ബേസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആയ CPM, BJP പോലുള്ള പാർട്ടികൾ, അവർക്ക് അങ്ങനെയല്ല. അവർക്ക് വേറൊരു സ്ട്രക്ചർ ഉണ്ട്. അവരുടെ പാർട്ടി സംവിധാനത്തിൽ കൂടെ പുതിയ പുതിയ നേതാക്കന്മാർ വളർന്നു വരും. അതാണ് എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഒരു ഫാമിലിയിലെ ആൾക്കാർ മാത്രം കൊണ്ടുവരുമ്പോൾ അതിൽ ഒരുത്തൻ കഴിവ് കിട്ടവനാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ VK പാണ്ഡ്യനെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഒഡീഷ എന്നുള്ള സ്റ്റേറ്റിലെ ആൾക്കാർക്ക് അറിയാം ഇദ്ദേഹം തമിഴ് റൂട്ട്സ് ഉള്ള ആളാണ്. അപ്പോൾ ഒഡീഷക്കാരനെ ഭരിക്കാൻ ഒഡീഷക്കാർ മതി എന്നുള്ളൊരു തീരുമാനവും ഇവരുടെ മാറി ചിന്തിക്കാനുള്ള കാരണം ആയിട്ട് ഉണ്ട്. അത് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളാണ്. പിന്നെ BJP വിശ്വസിച്ച് BJPയെ ട്രസ്റ്റ് ചെയ്ത് BJPയുടെ കൂടി നിൽക്കുന്ന റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് എപ്പോഴും ഫൈനലി പരാജയമായിട്ട് സംഭവിക്കുന്നവർ എക്സാമ്പിൾ പറയുന്നുണ്ട് എൻ്റെ അകത്ത്. ഒന്ന് YSR കോൺഗ്രസ്, എപ്പോഴും BJPക്ക് അനുകൂലമായ സമീപനം സ്വീകരിച്ചിരുന്ന പാർട്ടിയാണ്. അവർക്ക് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിട്ടു സംസ്ഥാനത്ത്. നവീൻ പട്നായിക് എപ്പോഴും BJPക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്ന പാർട്ടിയാണ്. അവർക്ക് വലിയ തിരിച്ചടി നേരിട്ടു. അതുപോലെ പിന്നെ ഭാരത് രാഷ്ട്ര സമിതി, തെലങ്കാന ഭരിച്ചുകൊണ്ടിരുന്ന K ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടി, ഇവരൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP അവരെ പതുക്കെ നശിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഹിന്ദു എഡിറ്റോറിയൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പം അത് അറിഞ്ഞിരിക്കുക. ഇനി A New Era എന്ന് പറയുന്ന എഡിറ്റോറിയൽ, ഇത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ANC കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. ANC എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ഞാൻ പറഞ്ഞു, നെൽസൺ മണ്ടേല ലീഡ് ചെയ്ത പാർട്ടി. സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തിയുടെ അല്ലെങ്കിൽ വർണ്ണവിവേചനം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ ഭരണം പിടിച്ചെടുത്ത കറുത്ത വർഗ്ഗക്കാരൻ മെജോറിറ്റിയുള്ള പാർട്ടി ANC. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്ന INCക്ക് സിമിലർ ആയിട്ടുള്ള പേരാണ് ANCക്കുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സിമിലർ ആയിട്ടുള്ള പേരാണ്. ഏതാണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ഇൻസ്പയർഡ് ആയി ഈ പാർട്ടി വന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പിന്നീട് അധികാരം പെട്ടെന്ന് വലിയ മെജോറിറ്റിയോട് കിട്ടുന്നു. അതുപോലെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനും അധികാരം അവിടെ വലിയ മെജോറിറ്റിയോട് കിട്ടുന്നു. പക്ഷേ കുറെ കാലം ഭരിക്കുമ്പോൾ അവർക്ക് പ്രോമിസസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ രണ്ട് പാർട്ടികൾക്കും പിന്നെ ഡിക്ലൈൻ ഉണ്ടായത് നമുക്കറിയാം. ഇതേ അപ്പൊ INCക്ക് ഉണ്ടായ അതേപോലെ ഡിക്ലൈൻ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടായി. അപ്പൊ അവിടുത്തെ പ്രസിഡന്റ് സിറിൽ രാമഫോസയാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ 57% വിൻ ചെയ്ത പാർട്ടിക്ക് ഇപ്രാവശ്യം 40% വോട്ടേ വിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. 51% വിൻ ചെയ്താലല്ലേ മെജോറിറ്റി ആവുള്ളൂ. അവിടേക്ക് അങ്ങനെയാണ്. അപ്പോ ഇവിടെയാണെങ്കിൽ 51% വിൻ ചെയ്യണ്ട. ഇവിടെ 37% BJPക്ക് ഉള്ളൂ. ബാക്കി ഘടകകക്ഷികളെല്ലാം അവിടെ വരും. ഓക്കെ, അപ്പോ ഇപ്പം അവരിന്ന് പിരിഞ്ഞു പോയ തന്നെ പല പാർട്ടികളും. ഇപ്പോ അവിടെ ജേക്കബ് സുമ എന്നൊക്കെ പറഞ്ഞൊരു ലീഡർ ഉണ്ടായിരുന്നു. മഹാകള്ളനാണ്. അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു. കുറെ കാലം ജയിലിലായിരുന്നു കറപ്ഷന്റെ പേര്. പക്ഷെ അയാളുടെ പാർട്ടി വരെ ഏതാണ്ട് 15% വോട്ട് പിടിച്ചു. അവിടുത്തെ ഒരു ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള പാർട്ടി ഒരു 9.52% വോട്ട് പിടിച്ചു. അങ്ങനെ കുറെ പാർട്ടികൾ നല്ല രീതിയിൽ വോട്ട് പിടിച്ച് മാറ്റിയത് കൊണ്ട് ANCയുടെ വോട്ട് കുറഞ്ഞു. ANCക്ക് ഇത്രയും പോപ്പുലാരിറ്റിയിൽ ഡിക്ലൈൻ ഉണ്ടാവാനുള്ള കാരണമായിട്ട് പൊതുവെ പറയപ്പെടുന്നത് അവരവരുടെ പ്രോമിസസ് കീപ്പ് ചെയ്തില്ല. അതായത് അവിടെ ഭയങ്കര അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഏതാണ്ട് 32% ആൾക്കാർക്ക് ജോലിയില്ല, അൺഎംപ്ലോയ്മെന്റ്. ക്വാളിറ്റി ഉള്ള വാട്ടർ സപ്ലൈ ഇല്ല, അവേഴ്സ് ലോങ് ആയിട്ടുള്ള പവർ കട്ട്, അതുപോലെ ഭയങ്കര ക്രൈം. അത് ആഫ്രിക്കയിൽ പൊതുവെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം ഭയങ്കരമായിട്ടുള്ള ക്രൈം റേറ്റ് കൂടുതലാണ്. ഇതൊന്നും കണ്ടെയ്ൻ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ബ്ലാക്ക് ആൾക്കാരാ കൂടുതല്. അപ്പം ബ്ലാക്ക് ആൾക്കാരിൽ 1/3 ആൾക്കാരും അവിടെ 1/3 അല്ല, നിയർലി 2/3 ആൾക്കാരും പോവർട്ടിയിലാണ്. അതേസമയത്ത് അവിടുത്തെ ന്യൂനപക്ഷമായ കറുത്ത വർഗ്ഗക്കാർ വെറും 1% ആൾക്കാർ വരെ മാത്രമേ പോവർട്ടിയിലുണ്ട്. അപ്പൊ അവരുടെ പോവർട്ടി റെഡ്യൂസ് ചെയ്യാതെ ANC ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അപ്പൊ ഇതെല്ലാം ANCയുടെ ഡിക്ലൈന് കാരണമായി. പക്ഷെ ഇനിയിപ്പോ അവർക്ക് തന്നെ ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റും. കാര്യം ദേ ആർ ദ ബിഗ്ഗസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി, അറൌണ്ട് 40% വോട്ട് ദേ വോൺ. അപ്പൊ ഇനിയിപ്പോ അവർക്ക് ജേക്കബ് സുമയുടെ MK പാർട്ടി ആയിട്ടും ഞാൻ ഈ പറഞ്ഞ EEF ആയിട്ടും ഒക്കെ അവർക്ക് സഖ്യം ഉണ്ടാക്കേണ്ടി വരും. പക്ഷെ EEF ആയിട്ട് സഖ്യം ഉണ്ടാക്കുന്നത് ഭയങ്കര പാടാണ്. റാഡിക്കൽ ആയിട്ടുള്ള എക്കണോമിക് അജണ്ടയൊക്കെയാണ്. അതുമായിട്ട് മുന്നോട്ട് പോകാൻ ANCക്ക് പറ്റത്തില്ല. എന്തായാലും ഈ ജേക്കബ് സുമയായിട്ട് അങ്ങനെ അലയൻസ് ഉണ്ടാക്കേണ്ടി വരും. പക്ഷെ അയാൾ ആദ്യം ഒരു പ്രീ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, സിറിൽ രാമഫോസ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണമെന്ന്. സിറിൽ രാമഫോസയാണ് സൗത്ത് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ആ പ്രസിഡന്റ് സ്ഥാനത്ത് അയാൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്താൽ മാത്രമേ ജേക്കബ് സുമ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താണ് വരാൻ പോണെന്ന് പറഞ്ഞാൽ, വൺ തിങ് ഈസ് ഷുവർ, ANC is going to continue as the ruling party of South Africa, but at the same time some changes will happen. Maybe Cyril Ramaphosa will step down from the position of president to appease Jacob Zuma. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. അപ്പൊ ഇത് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്, ആഫ്രിക്കയിലെ പൊളിറ്റിക്സ് നിങ്ങൾ ഇത്ര അറിയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ സ്റ്റിൽ എഡിറ്റോറിയൽ വായിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ ഈ ആർട്ടിക്കിൾസ് ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതൊക്കെ ഫുൾ പൊളിറ്റിക്കലാണ്.
ഇനി ഇന്നത്തെ പത്രത്തിൽ കുറെ ഇന്നും നാളെയൊക്കെ എങ്ങനെയായിരിക്കും കുറെ ആർട്ടിക്കിൾസ് നമ്മുടെ ഇലക്ഷനിൽ എന്ത് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും. പിന്നെ ഗ്രേറ്റ് ഇലക്ഷൻ ഓവർ ദ വ്യൂ ഫ്രം വാഷിംഗ്ടൺ, അതായത് അമേരിക്കയും ഇന്ത്യയും നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെ പോകും ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒന്നും സംഭവിക്കില്ല ഇതിൽ തന്നെ പറയുന്നുണ്ട്. നമ്മൾ വായിച്ചു വെക്കാൻ സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇൻഡോ പസഫിക് അവർക്ക് വലിയൊരു പ്രധാനപ്പെട്ട പ്രദേശമാണ് ഇൻഡോ പസഫിക്കിന്റെ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയാണ് അവരുടെ ഏറ്റവും വലിയ ത്രെട്ട്. ചൈന എന്ന് പറയുന്ന ത്രെട്ടിനെ കൗണ്ടർ ചെയ്യാൻ അവർക്ക് ചൈനയുടെ സെയിം സൈസും ചൈനയുടെ സെയിം പോപ്പുലേഷനും ഓൾമോസ്റ്റ് ചൈന ഇവിടെ കിടപിടിക്കുന്ന സൈനിക ശക്തിയേക്കാൾ ഒറ്റ രാജ്യമുള്ള ഏഷ്യയിൽ, ദാറ്റ് ഈസ് ഇന്ത്യ. സോ ദേ കനോട്ട് alienate India on the basis of election outcomes or something like that. So US-ന്റെ പോളിസിയിൽ ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല, അത് കൂടുതൽ സ്ട്രോങ് ആവാനേ പോകുന്നുള്ളൂ. There is a possibility that American president will change in November and Donald Trump is going to become the president of US again. That is a prediction from the pollsters there. സെഫോളജിസ്റ്റുകളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപിന് ഈ ഇന്ത്യയോട് കൂടുതൽ അഫിനിറ്റിയുള്ള ഒരു ലീഡറാണ്, അപ്പം കൂടുതൽ സ്ട്രോങ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതൊന്നും വേണ്ട, രാഷ്ട്രീയം പൊളിറ്റിക്കൽ അനാലിസിസ് ഒന്നും വേണ്ട. നെക്സ്റ്റ് പേജ്. ഈ പേജുകളൊക്കെ ഞാൻ വിടിയാണ്. ഒരു കാര്യം പറയാണ്ട്, ഹെൽത്ത് ഡിഫൻസ് മിനിസ്ട്രി ടു സെറ്റപ്പ് ടെലിമാനസ് സെൽ എന്ന് പറയുന്ന സംഭവം, അത് ഹെൽത്തും ഡിഫൻസ് മിനിസ്ട്രീസും ടെലിമാനസ് സെല്ല് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ടെലിമാനസ് ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ടെലിമാനസ് സെല്ല് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി അവർ ടൈപ്പിലായതിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടെലിമാനസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ടെലിമാനസ് ഈസ് ദ ഡിജിറ്റൽ എക്സ്റ്റൻഷൻ ഓഫ് ദ ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, DHMP എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. DHMP ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. ഈ ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഡിജിറ്റൽ എക്സ്റ്റൻഷൻ എന്ന് പറയാൻ കാര്യം, എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മാനസിക സമ്മർദ്ദം ഉണ്ടായ സമയത്ത് ഞാൻ തന്നെ ഈ ടെലിമാനസിൽ ഒരിക്കൽ കോൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ഒപ്പീനിയനെ കിട്ടി, കൗൺസിൽ ചെയ്യാൻ കിട്ടി. നമുക്കിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോയി ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, പക്ഷെ പലർക്കും അതൊരു പ്രോബ്ലം ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഇനി ആൾക്കാർ കണ്ടാൽ എന്താ ഒന്നും പറയാല്ല. ഇനിയിപ്പോൾ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയി കണ്ട് മരുന്ന് പിടിച്ച് കഴിക്കേണ്ടെന്നാലും ഒന്നും പറയാല്ല. ദിസ് ഈസ് ലൈക്ക് എനി അതർ ഡിസീസ്. നമ്മുടെ ശരീരത്തിന്റെ അസുഖം വരുന്ന പോലെയാണ് നമുക്ക് മനസ്സിന് അസുഖം വരാം. അപ്പം സൈക്കാട്രിസ്റ്റിനെ കണ്ട് നമുക്ക് സൈക്കോളജിസ്റ്റ് നമ്മൾ വ്യത്യാസം അറിയാം. സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് ചെയ്യുന്നത്, സൈക്കാട്രിസ്റ്റ് നമുക്ക് മരുന്ന് തരേണ്ട ആവശ്യമുണ്ടെങ്കിൽ മരുന്ന് തരും. ഓക്കെ, അപ്പം ഇതിലൊന്നും ഒരു മടിയുടെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ നമ്മൾ സമൂഹത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊന്നും ആരും പരസ്യമായിട്ട് ചെയ്യാൻ മടിക്കുന്നത്. അപ്പൊ ഇത് ഗവൺമെന്റിന് അറിയാം, പരസ്യമായിട്ട് ചെയ്യാൻ പഠിക്കേണ്ട യാതൊരു കാര്യമില്ല, ഞാൻ പറയുന്നതാണ്. അപ്പൊ ചിലപ്പോൾ ബിസി ലൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനേക്കാളും പിന്നെ പരസ്യമായിട്ട് ഞാൻ പഠിക്കുന്ന ഒരു വലിയ 90% വരുന്ന ഇന്ത്യയിലെ സമൂഹമുണ്ട്. ഒരു 10% ഇതൊക്കെ ഓപ്പൺ ആയിട്ട് ചെയ്യാനുള്ള ധൈര്യം കാണുള്ളൂ. അപ്പൊ ഗവൺമെന്റ് ഒരു സംവിധാനം കൊണ്ടുവന്നു, അതാണ് ടെലിമാനസ് എന്ന് പറയുന്നത്. ഈ ടെലിമാനസ് ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു. ബട്ട് അത് ഞാനിത് പറയാൻ കാര്യം, നിങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ 14416 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. 14416 24/7 അവൈലബിൾ ആണ്. നമ്മൾ ഏത് ഭാഷയിൽ, നമ്മൾ മലയാളികളാണെങ്കിൽ മലയാളത്തിൽ നമുക്ക് സംസാരിക്കാം. കൗൺസിലേഴ്സിനോടൊക്കെ നമുക്ക് വേണ്ട ഒപ്പീനിയൻസ് തരും. ഇനി നമ്മളത് സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട കേസാണെങ്കിൽ അവർ പറയും, ഈ നിങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള, നിങ്ങൾ എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കും, അതിന്റെ അടുത്തുള്ള ഹോസ്പിറ്റൽ അവർ പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ ഇന്ന ദിവസം ഞങ്ങളുടെ ഡോക്ടേഴ്സ് വരും, യു ക്യാൻ സീ ആൻഡ് കൺസൾട്ട് ദ ഡോക്ടർ ആൻഡ് ദേ വിൽ പ്രൊവൈഡ് യു മെഡിസിൻ, പ്രിസ്ക്രൈബ് യു മെഡിസിൻ എന്ന് അവർ പറയും. ഓക്കെ, അപ്പം 14416 ഈ നമ്പർ പഠിച്ചു വെച്ചേക്കുക. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതാണ് ടെലിമാനസിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ, അത് വിളിച്ച് നമുക്ക് നമ്മളുടെ പ്രോബ്ലംസ് ഒക്കെ സംസാരിക്കാം. 24 മണിക്കൂറും 7 ദിവസവും ഇത് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. DHMP പഠിച്ചു വെച്ചേക്കുക, ടെലിമാനസ് പഠിച്ചു വെച്ചേക്കുക. ഇത് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും ഇതൊക്കെ നടന്നിരിക്കണം. അതല്ലാതെ ഇത് ഹെൽത്ത് മിനിസ്ട്രിയാണ് നടപ്പാക്കിക്കുന്നത്, ഹെൽത്ത് മിനിസ്ട്രി. ഒപ്പം തന്നെ നമുക്ക് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ നമ്മളുടെ ഫ്രണ്ട്സിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ ബന്ധുക്കളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് ഫോൺ കോളിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ പലതും സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഹെൽത്ത് മിനിസ്ട്രി റീവർക്സ് പ്രോട്ടോകോൾ ആസ് കൺട്രീസ് TB എലിമിനേഷൻ ഡ്രൈവ് പ്ലേറ്റോസ് എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ TB, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വലയ്ക്കുന്ന ഒരു അസുഖമാണ് TB എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 4,80,000 ആൾക്കാർ ഓരോ വർഷവും TB മൂലം മരിക്കുന്നു. ഓരോ ദിവസവും 1,400 പേഷ്യൻസ് മരിക്കുന്നതാണ് TB, ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന അസുഖം മൂലം. 4,80,000 ആൾക്കാർ
വർഷം തോറും മരിക്കുന്നു. 1400 പേര് ഡെയിലി മരിക്കുന്നതാണ്, ഡെയിലി. അപ്പൊ ഇതിന് ബൈ 2025 എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ ഒരു മിഷൻ. TB ഇറാഡിക്കേഷൻ ടാർഗറ്റ് വെച്ചിരുന്നത്. ബൈ 2025 ഇന്ത്യ വോണ്ട്സ് ടു എലിമിനേറ്റ് TB ഫ്രം ഇന്ത്യ. പക്ഷെ അത് ഒന്നാമത്തെ കാര്യം, ആ ടാർഗറ്റ് വെച്ച് നെക്സ്റ്റ് ഇയറിൽ തന്നെ കോവിഡ് വന്നു. അപ്പോഴേ എല്ലാവർക്കും അറിയാം ആ ടാർഗറ്റ് ഒക്കെ മിസ് ആവുന്നു. ഇന്ത്യ മിസറബിളി failed to achieve that target. So the health ministry is going to revamp those TB elimination goals. അതിനെ കുറിച്ചാണ്. ഓക്കെ. പിന്നെ ബിസിനസ് പേജില് കോalition crutches could cram reform chase Moody's, Fitch. മൂഡീസും ഫിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതുള്ളതാണ്. മൂഡീസ് എന്ന് പറയുന്നത്, ഫിച്ച് എന്ന് പറയുന്നത് S&P സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ എന്ന് പറയുന്നത്. S&P സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, ഇത് മൂന്നും ഒരേ സംഭവങ്ങളാണ്. ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. ഒരു രാജ്യത്തിന്റെ എക്കോണമിക്ക് റേറ്റിംഗ് കൊടുക്കുന്നത് ഇവരാണ്. ഇന്ത്യൻ എക്കോണമിക്ക് ഈ 3 പേരും റേറ്റിംഗ് തന്നിട്ടുണ്ട്. ഈ 3 പേരും അമേരിക്കൻ സ്ഥാപനങ്ങളാണ്. മൂഡി, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ ആൻഡ് ഫിച്ച്. അവർ ഇന്ത്യക്ക് ഈ ഇടയ്ക്ക് റേറ്റിംഗ് അപ്ഗ്രേഡ് ഒക്കെ തന്നായിരുന്നു. കാര്യം ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഒക്കെ നല്ല രീതിയിൽ പോവുകയും ഇന്ത്യക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ് ഒക്കെ കുറയുകയൊക്കെ ചെയ്തപ്പോൾ. അപ്പൊ എന്തായാലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, കോalition ഗവൺമെന്റ് വരാൻ പോകുന്നത് കൊണ്ട് റിഫോംസിന്റെ പേസ് കുറയുന്നതാണ്. റിഫോംസ് പഴയതുപോലെ അത്രയും ഫാസ്റ്റ് ആയിട്ട് നടപ്പാക്കാൻ ഒരു കോalition ഗവൺമെന്റിന് പോസിബിൾ അല്ല. ബിക്കോസ് കോalition പൊളിറ്റിക്സിന്റെ കമ്പൽഷൻസ് വിൽ ബി എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ റിഫോംസ്. അതാണ് മൂഡീസും ഫിച്ചൊക്കെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പിന്നെ സെൻസെക്സ് റിക്കവേഴ്സ് 3.2% ഓൺ ബാർഗെയിൻ ബൈക്ക്. സെൻസെക്സും നിഫ്റ്റിയൊക്കെ ഞാൻ പറഞ്ഞു. സെൻസെക്സ്, നിഫ്റ്റി ഇതെല്ലാം എന്താ ടോട്ടലി ക്രംപിൾ ഡൗൺ ആയിരുന്നു ആഫ്റ്റർ ദ റിസൾട്ട്സ് ഓഫ് ഇലക്ഷൻ. ബിക്കോസ് ദ ഇലക്ഷൻസ് റിസൾട്ട്സ് ഡിഡ്ന്റ് ഗോ ആസ് എക്സ്പെക്ടഡ് ബൈ ദ മാർക്കറ്റ്. സോ മാർക്കറ്റ് റിയാക്ടഡ് വെരി ഇൻ എ പാനിക് മാനർ. അതായിരുന്നു അത് സംഭവിച്ചത്. പക്ഷേ യെസ്റ്റർഡേ മാർക്കറ്റ് റീകൂപ്ഡ് വെൽ. ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തിരിച്ചു വന്നു. പക്ഷേ ഇന്നൊക്കെ എന്ത് സംഭവിക്കുന്നത് അറിഞ്ഞൂടെ അതിനെ കുറിച്ച്. സെൻസെക്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ്, ഇന്ത്യയിലെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് നിഫ്റ്റിയാണ്. സെൻസെക്സ് BSEയുടെയും നിഫ്റ്റി NSEയുടെയും. നിഫ്റ്റി 50, സെൻസെക്സ് 30. അതും ഞാൻ ഇന്നലെ പറഞ്ഞു. പിന്നെ PMI സിഗ്നൽ സർവീസസ് ഗ്രോത്ത് റിസീവ്ഡ് ടു എ 5-month ലോ ഇൻ മെയ് എന്ന് പറഞ്ഞൊരു ന്യൂസ് കാണാം. PMI ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഇത് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സെക്ടർ, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൈവറ്റ് ഇൻഡെക്സ് ആണ് ഞാൻ പറഞ്ഞത്. HSBCയുടെ ഇൻഡെക്സ് ആണ് PMI എന്ന് പറഞ്ഞ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ആൻഡ് മാനുഫാക്ചറിംഗിന്റെ PMI ഉണ്ട്, സർവീസസിന്റെ PMI ഉണ്ട്. ബോത്ത് ആർ പാർട്ട് ഓഫ് ഇൻഡസ്ട്രീസ്. ഇപ്പോൾ ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി സർവീസ് സെക്ടറിലാണ്. TCS ഇസ് എ സർവീസ് സെക്ടർ കമ്പനി. ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം സർവീസ് സെക്ടർ കമ്പനികളാണ്. ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളെല്ലാം സർവീസ് സെക്ടർ കമ്പനികളാണ്. അപ്പൊ ആ ഒരു സെക്ടറും ഉണ്ട്. അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് സെക്ടർ ഉണ്ട്. അപ്പൊ ഈ രണ്ടിന്റെയും PMI ഒരു സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. PMI ഓഫ് മാനുഫാക്ചറിംഗ്, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഓഫ് മാനുഫാക്ചറിംഗ് സെക്ടർ ആൻഡ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഓഫ് സർവീസ് സെക്ടർ. ഇത് രണ്ടും കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഈ മാസം. പിന്നെ ഇവിടെ വേറൊന്നും പറയാനില്ല. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പഠിക്കാനുള്ളത്, റഷ്യൻ കോസ്മോനോട്ട് ബിക്കംസ് ദ ഫസ്റ്റ് ടു സ്പെൻഡ് 1000 days in space. 1000 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ആലോചിച്ചേക്കാം. അതായത് 3 വർഷം സ്പേസിൽ സ്പെൻഡ് ചെയ്ത ആദ്യത്തെ മനുഷ്യൻ. ഒറ്റ സ്ട്രെച്ചിലല്ല 3 വർഷം സ്പെൻഡ് ചെയ്ത, പലതവണ പോയി സ്പെൻഡ് ചെയ്തതാണ്. റഷ്യക്കാരനായ 59-കാരനായ ഒരു കോസ്മോനോട്ടാണ്. കോസ്മോനോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, സ്പേസിൽ പോകുന്ന അമേരിക്കക്കാരെ ആസ്ട്രോനോട്ട്സ് എന്ന് പറയും. സ്പേസിൽ പോകുന്ന അമേരിക്കക്കാരെ ആസ്ട്രോനോട്ട്സ് എന്ന് പറയും. ഇംഗ്ലീഷിൽ പൊതുവെ ആസ്ട്രോനോട്ട്സ് എന്നാണ് പറയുന്നത്. പക്ഷേ റഷ്യക്കാരനെ കോസ്മോനോട്ട്സ് എന്നാണ് പറയുന്നത്. അതിന്റെ കാര്യം, റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് റോസ് കോസ്മോസ് എന്നാണ്. റോസ് കോസ്മോസ്. അപ്പൊ റോസ് കോസ്മോസ് വഴി സ്പേസിൽ പോകുന്ന ആൾക്കാരെ കോസ്മോനോട്ട്സ് എന്ന് പറയും. അപ്പൊ റഷ്യൻ കോസ്മോനോട്ട് ആയ ഒലെഗ് കൊനനെൻകോ, KONENKO, ഒലെഗ് കൊനനെൻകോ, കൊനനെൻകോ. അയാളാണ് സ്പേസിൽ ആദ്യമായിട്ട് 5 ജേണീസിലാണ് അത് അച്ചീവ് ചെയ്തത് കഴിഞ്ഞ 10 വർഷത്തിനകത്ത് വെച്ച്. പിന്നെ ഞാൻ ഇന്നലെ ഇത് പറഞ്ഞ അമേരിക്കയിലെ ഈ അസൈലം സീക്കേഴ്സിന് വലിയ റെസ്ട്രിക്ഷൻസ് വരാൻ പോയാണ്. കാര്യം അവിടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഒക്കെ വരാൻ പോകുമ്പം
ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ഇതിന് ഭയങ്കര എഗൻസ്റ്റ് ആണ്. ഈ മെക്സിക്കോ ബോർഡർ വഴിയൊക്കെ അമേരിക്കയിലേക്ക് ക്രോസ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് അവർ സിറ്റിസൺഷിപ്പ് കൊടുക്കത്തില്ല. മെക്സിക്കോ ബോർഡർ തന്നെ വേലി കെട്ടി ഫെൻസിങ് ചെയ്യാൻ ട്രംപ് തീരുമാനിച്ചിരുന്നൊക്കെയാണ്. അപ്പം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആ കാര്യത്തിൽ കുറച്ച് മാഗ്നാനിമസ് ആയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയണ്ടേ ബൈഡൻ. അതുകൊണ്ടാണ് അത് ഇപ്പോൾ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇലക്ഷന് മുമ്പായിട്ട് ഇമിഗ്രൻസിനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നേരിടാൻ പോയാണ്. പിന്നെ ലെബനനെ അറ്റാക്ക് ചെയ്യാൻ പോയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞേക്കുന്നത്. കാര്യം ലെബനനിലെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഹിസ്ബുള്ള. ലെബനൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനായ ഹിസ്ബുള്ള ഇസ്രായേലിനെ സ്ഥിരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ലെബനനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് ഇസ്രായേൽ എന്ന് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞേക്കുന്നത്. ലെബനന്റെ ക്യാപിറ്റലാണ് ബെയ്റൂട്ട്. ലെബനന്റെ ക്യാപിറ്റൽ ബെയ്റൂട്ട് ആണ്. ബെയ്റൂട്ട്. ഇതൊക്കെയാണ് ഈ പേജിലുള്ളത്. ഇവിടെ ഒരു കാര്യം പറയാം. ചൈന അക്യൂസസ് US ഓഫ് ഇന്റർഫിയറിംഗ് ആഫ്റ്റർ ടിയാനൻമെൻ റിമാർക്സ്. ടിയാനൻമെൻ സ്ക്വയർ. ഇത് ലോകത്തിനോ ചൈനയ്ക്കോ മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. 1989 ഒരു പ്രശ്നം നടക്കുന്നത്. അതിന്റെ ബേസിലാണ് ലോകത്തിനും ചൈനയ്ക്കും ചൈന മറക്കാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ ലോകം മറക്കൂല. ടിയാനൻമെൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ലോകത്ത് ഈ റഷ്യയൊക്കെ തകരുന്ന ഒരു സമയമുണ്ട്. 90s ബിഗിനിങ്ങിൽ 1991 സമയത്താണ് സോവിയറ്റ് യൂണിയൻ തകർന്ന് പല രാജ്യങ്ങളും അതിൽ സ്പ്ലിറ്റ് ആയി പോയി. ഇന്ന് റഷ്യയായിട്ട് യുദ്ധം ചെയ്യുന്ന യുക്രൈൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അതുപോലെ ജോർജിയ, എസ്തോണിയ, അങ്ങനെ കുറെ രാജ്യങ്ങൾ ഈ സോവിയറ്റ് യൂണിയൻ വിഘടിച്ചൊക്കെ പോകുന്ന ഏതാണ്ട് അതേ സമയത്ത് ഡെമോക്രസി വേണമെന്ന് പറഞ്ഞ് ചൈനയിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായാണ്. അത് ടിയാനൻമെൻ സ്ക്വയർ കേന്ദ്രീകരിച്ച് അവിടുത്തെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അവർ ചെയ്തത്. അപ്പൊ ചൈന അതിനെ വളരെ ശക്തമായിട്ട് നേരിട്ടു. അവർ ആദ്യമൊക്കെ പറഞ്ഞു അവിടെ നിന്ന് പോകാൻ, ടിയാനൻമെൻ സ്ക്വയറിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകാൻ. തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് പക്ഷെ അത് കേൾക്കാതെ അവിടെ അസംബിൾ ചെയ്ത് ദിവസങ്ങളോളം പ്രോ ഡെമോക്രസി അജിറ്റേഷൻ നടത്തി. അവസാനം അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ നിന്ന് കംപ്ലീറ്റ് മീഡിയയും പുറത്താക്കിയിട്ട് എല്ലാവരെയും വെടിവെച്ച് വന്നു. ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ്, അവരുടെ ഏജ് എത്രയായിരിക്കും, 20-21 ഒക്കെ ആയിരിക്കും, അവരെല്ലാവരും കൊന്നുകളയാണ്. എന്നിട്ട് കംപ്ലീറ്റ് അവിടെ നിന്ന് ആ രക്തം കഴുകി വൃത്തിയാക്കി ജഡങ്ങൾ അന്ന് തന്നെ JCBയെ കൊണ്ട് റിമൂവ് ചെയ്യാണ്. ഇത് ഒരു ജേർണൽ, അന്ന് ഇന്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ, 89 ആണ്. ഒരു ജേർണലിസ്റ്റ് BBCയുടെ ഒരു വലിയ ലോറിയുടെ ട്രക്കിന്റെ അടിയിൽ ഒളിച്ചു കിടന്ന് ഇത് പകർത്തി. കിട്ടിയിരുന്നെങ്കിൽ ചൈനക്കാരെ അന്ന് കൊന്നു കളഞ്ഞു. പക്ഷെ ഭാഗ്യത്തിന് അയാളെ ആരും കണ്ടില്ല. പുള്ളിയാണിത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ലോകത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ആ ഒരു സംഭവം ചൈനയിൽ നടന്ന മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഏറ്റവും വലിയ സംഭവമായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത് ടിയാനൻമെൻ സ്ക്വയർ എന്ന് പറഞ്ഞ ഇഷ്യൂ. പിന്നെ സ്പോർട്സിൽ ഒന്നും പറയാനില്ല. T20 വേൾഡ് കപ്പ്, അതുപോലെ ഫ്രഞ്ച് ഓപ്പൺ എല്ലാ ദിവസവും നമ്മൾ പറയുന്നതാണ്. ഫ്രഞ്ച് ഓപ്പൺ അങ്ങനെ ഇപ്പൊ ഈ സൺഡേ കഴിയുമ്പോൾ കഴിയും. അപ്പൊ നമുക്ക് ആര് വിൻ ചെയ്യുന്ന പറഞ്ഞാൽ മതി. പിന്നെ നെക്സ്റ്റ് പേജിലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒളിമ്പിക്സ് പാരീസിൽ നടക്കാൻ പോണായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാണാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇനി 1-2 ദിവസം കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കുറവായിരിക്കും, കൂടുതലും പൊളിറ്റിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ വീഡിയോസ് കണ്ട് നന്നായിട്ട് ഇതൊക്കെ പഠിക്കുക.